അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. അല്ലാഹു പറയുകയാണ്, മനുഷ്യരെ, മരണം വരുന്നതിന് മുമ്പ് ദൈവിക മാർഗത്തിൽ ചെലവഴിക്കുക. നിങ്ങളുടെ സമയവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ആരോഗ്യവും എല്ലാം മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുക. കാരണം മരണം നിങ്ങളുടെ കൺമുന്നിൽ വന്നാൽ, മരണത്തിന്റെ ദൂതൻ നിങ്ങളെ പിടിക്കാൻ വേണ്ടി വന്നാൽ, നിങ്ങൾ അപ്പോൾ പറയും, എന്താ പറയാ? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, നാഥാ, കുറച്ച് സമയം കൂടി എനിക്ക് തരുമോ? കുറച്ച് സമയം കൂടി, നിമിഷങ്ങൾ, മണിക്കൂറുകൾ, അല്ലെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ അതിന്റെ പകുതി, ഇതിനേക്കാൾ കുറഞ്ഞ സമയം എനിക്കൊന്ന് തരുമോ ജീവിക്കാൻ? ഞാൻ നല്ലവനായി കൊള്ളാം, ഞാൻ മദ്യപാനം ഒഴിവാക്കാം, ഞാൻ വ്യഭിചാരം ഒഴിവാക്കാം, ഞാൻ എന്റെ ഉമ്മയോടും ഉപ്പയോടും മാന്യമായി പെരുമാറാം, ഞാൻ എന്റെ ഭാര്യയോട്, ഞാൻ എന്റെ ഭർത്താവിനോട്, ഞാൻ എന്റെ മക്കളോട് നന്നായി പെരുമാറാം. ഇന്നലെയും ഞാൻ എന്റെ മകനെ അടിച്ചിട്ടുണ്ട്, ഇന്നലെയും ഞാൻ എന്റെ ഭാര്യയെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും ഞാൻ എന്റെ അമ്മയെ തെറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതാ മരണം എന്നെ വന്ന് പിടികൂടുകയാണ്. ഇനി എനിക്ക് അവസരമില്ലല്ലോ എന്റെ മക്കളോടൊന്ന് നന്നായി പെരുമാറാൻ, എന്റെ ഭാര്യയോടൊരു നല്ല വാക്ക് പറയാൻ, എന്റെ മാതാപിതാക്കൾക്ക് കാരുണ്യത്തിന്റെ ചിറകുകളൊന്ന് വിരിച്ചു കൊടുക്കാൻ, എന്റെ അയൽവാസിയോടൊന്ന് പുഞ്ചിരിക്കാൻ, എന്റെ നാട്ടുകാർക്ക് വേണ്ടി ഒരു നന്മ ചെയ്തു കൊടുക്കാൻ ഇനി എനിക്ക് അവസരമില്ലാതെ പോവുകയാണല്ലോ. ഇന്നലകളിൽ ലഭിച്ച അവസരങ്ങളൊക്കെ ഞാൻ കളഞ്ഞു കുളിച്ചു. എന്റെ പ്രഭാതങ്ങളും എന്റെ പ്രദോഷങ്ങളും തിന്മയിലായിരുന്നു, റോഡ് വക്കുകളിലായിരുന്നു, ബസ് സ്റ്റോപ്പുകളിലായിരുന്നു, അങ്ങാടികളിലായിരുന്നു, തോന്നിവാസത്തിന്റെ കേന്ദ്രങ്ങളിലായിരുന്നു. നന്മയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. നാഥനെ ആരാധിക്കാൻ വേണ്ടി പടുത്തുയർത്തിയ ഭവനത്തിൽ നിന്ന് നമസ്കാരത്തിലേക്ക്, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിച്ചു പറയപ്പെട്ടപ്പോഴും ഞാൻ തിന്മയിൽ ആറാടുകയായിരുന്നു. അതുകൊണ്ട് നാഥാ, എന്നെ നീ ഇപ്പോൾ മരിപ്പിക്കല്ലേ, എനിക്ക് അല്പം കൂടി സമയം തരണേ. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്ദഖ വഅകുൻ മിനസ് സാലിഹീൻ. ഞാൻ സ്വാലിഹികളിൽ, നല്ല മനുഷ്യന്മാരിൽ പെട്ടോളാം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മറുപടി, ആ മറുപടി ശരിയല്ല എന്ന് പറയാൻ ലോകത്തിലെ ഒരു നിരീശ്വരവാദിക്കും, ഒരു യുക്തിവാദിക്കും, ഒരു ദാർശനിക പ്രസ്ഥാനങ്ങളുടെ വക്താക്കൾക്കും സാധ്യമല്ല. സാധ്യമാകുമായിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട് തീരുമാനിച്ചു മരിക്കാൻ മനുഷ്യന് കഴിയുമായിരുന്നു, അല്ലേ? 35 or 40 വർഷം ഞാൻ ഈ വരുന്ന സമയത്ത് പോലും എനിക്ക് ഒരു മരണവാർത്ത കിട്ടി. എനിക്കറിയാവുന്ന ഒരാളുടെ 45ഓളം വർഷമായി അദ്ദേഹം UAE ജോലി ചെയ്യുന്നു. ആ 45 വർഷത്തിനിടക്ക് നാട്ടിൽ നല്ലൊരു വീടുണ്ടാക്കി. അങ്ങനെ UAE താമസമൊക്കെ നിർത്തി ഇനി ഞാൻ ഉണ്ടാക്കിയ വീട്ടിൽ താമസിക്കാൻ വേണ്ടി യാത്ര പുറപ്പെട്ട വ്യക്തി എയർപോർട്ടിൽ വെച്ച് മറ്റൊരു ലോകത്തേക്ക് യാത്രയായി. തന്റെ നാട്ടിലേക്ക് പോകാൻ വിമാനത്തിൽ കയറാൻ പറ്റിയില്ല. എയർപോർട്ടിൽ വെച്ചൊരു അറ്റാക്ക്, അവിടെ വെച്ച് മരിച്ചു. നാഥന്റെ അടുക്കലേക്ക് യാത്രയായി. അള്ളാഹു പറഞ്ഞു, നീ ഉണ്ടാക്കിയ വീട്ടിൽ അവിടേക്കല്ല പോകേണ്ടത്, 6 അടി മണ്ണിലേക്കാണ് പോകേണ്ടത്. ഇങ്ങനെ എത്രയെത്ര ആളുകൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഉദ്ദേശിച്ച സ്ഥലത്തേക്കല്ലല്ലോ പോകുന്നത്. സാധനങ്ങൾ വാങ്ങാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങിയ മനുഷ്യന്റെ ചേതനയേറ്റ ശരീരമല്ലേ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. മുട്ടായിയും ചോക്ലേറ്റും അതുപോലെയുള്ള വസ്തുക്കളും പലഹാരങ്ങളുമായി എന്റെ പിതാവ് വരും, എന്റെ ഉമ്മ വരും, എന്റെ ഉപ്പ വരും എന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്ന മക്കൾക്ക് കാണാൻ കഴിയുന്നത് ആംബുലൻസിന്റെ ശബ്ദമല്ലേ? അതിന്റെ ശബ്ദമല്ലേ അവർ കേൾക്കുന്നത്? അതല്ലേ അവർ കാണുന്നത്? അങ്ങനെയുള്ള വേദനയേറിയ എത്രയെത്ര കാഴ്ചകൾ. പ്രിയപ്പെട്ടവരെ, മരണത്തിന് ചെറുപ്പക്കാരനെന്നോ ചെറുപ്പക്കാരിയെന്നോ പണക്കാരനെന്നോ എന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ആരെയും ഏതു സമയത്തും പിടികൂടുന്ന മരണം. അടച്ചുപൂട്ടിയ വലിയ പാറയുടെ ഉള്ളിൽ പോയി നിങ്ങൾ ഒളിച്ചിരുന്നാലും മനുഷ്യ, നിന്നെ മരണം പിടികൂടുക തന്നെ ചെയ്യും. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ ജീവിതം നീ ഉപയോഗപ്പെടുത്തണം. റസൂൽ